friends, welcome back to അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ഡിന്നർ ഉണ്ടാക്കാൻ പോകുന്നതാണ് ഗൈസ്. അപ്പോൾ പാപ്പ പുറത്തു പോയി ഗൈസ്. അപ്പോൾ നമുക്ക് കിച്ചണിൽ പോയിട്ട് ഉമ്മയോട് ചോദിക്കാം ഗൈസ് എന്താണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഗൈസ് നമുക്ക് ഉമ്മടുത്ത് പോയിട്ട് എന്താ ഉണ്ടാക്കുന്നത് ചോദിക്കാലോ. ഇതെന്താ ഉമ്മ ഉണ്ടാക്കുന്ന? ഉള്ളി കൊഞ്ചനെല്ലാം ഉണ്ടല്ലോ, പിന്നെ അരിയുണ്ട്, മുളക്, പിന്നെ ഇത് പട്ടയും കറിയാൻ പോയല്ല ഗൈസ്. കറുപ്പിയും കറിയാൻ പോവാണ്. ഇതെന്താ ഉണ്ടാക്കുന്ന ഇസ്നാറ്? അനക്ക് കിട്ടി സംഭവം. കൊഞ്ചൻ ഇറച്ചിച്ചോറ് അല്ല ഗൈസ്. ഇതെന്താ ഉണ്ടാക്കുന്നത്? ഇത് ഭയങ്കര ഇഷ്ടം വെറും കൊഞ്ചം പൊരിച്ചിട്ടില്ല. അപ്പൊ ഇത് കൊഞ്ചിന് പൊരിക്കാനുള്ള കൊഞ്ചനല്ലോ. ഇത് ഇനി പൊരിക്കണം. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അല്ല അപ്പൊ ഈ അരി കഴുകി വെച്ചതല്ല, കഴുകിട്ട് വെച്ചാൽ നമുക്ക് ഇതിപ്പോ ഇതാ കുറച്ച് നമ്മള് ഇതിലേക്ക് പൊരിക്കാനുള്ള ആവശ്യത്തിനുള്ള എന്നിട്ട് നമ്മൾ ഇതെടുത്തിട്ട് അതിൻ്റെ ഇടും. എന്നിട്ട് ഇത് നമ്മള് ഈ ഇതെടുത്തിട്ട് ഈ ചോറിലേക്ക് ഇടാ, ഈ അരിയിലേക്ക് ഇടാ ചെയ്യാന്. അല്ല, ഇതിങ്ങനെ പൊരിച്ച് വെച്ചിട്ട് ഇതിന്റെ പിന്നെ ഗ്രേവി ഉണ്ടാക്കണം. നമ്മൾ ഒരു മസാല പോലെ ഒരു ഗ്രേവി ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് ചോറിട്ട് ചോറായതിനു ശേഷം മാത്രം ഇത് മേലിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കണം. പൊരിയട്ടല്ലേ. അത് വരെ എന്താ ചെയ്യുന്നത്? നിങ്ങൾ എന്തെങ്കിലും പാട്ടോ കാര്യോ എന്തെങ്കിലും അപ്പൊ ഗൈസ് ഇത് അമ്മേന്റെ ഡാൻസ് ആണിത്. പാട്ടില്ലാത്ത ഡാൻസ് ആണിത്. ഇത്ര സ്റ്റെപ്പാ മതിച്ചിരുന്നു പതിവ് തന്നിക്ക്. പാട്ടാണ്. Okay guys, first ingera and ingera 1 2 3 4 5 6 7 8 വരെ. and any guys now എൻ്റെ അമ്പഴൻ്റെ പരിപാടിയെല്ലാം വരുന്നുണ്ട്. മാർച്ച് 6-നാണ് ഗൈസ് അത് പരിപാടിയെല്ലാം വരുന്നത്. അപ്പൊ ഗൈസ് നമ്മൾ ഇതാണ് ഉമ്മ ഫ്രൈഡ് ചെയ്ത് കൊഞ്ചനായ നോക്കാലോ. ഉമ്മ കൊഞ്ചനായോ? നല്ല കാണാനുണ്ടല്ലോ. എല്ലാരും കൂടിയിട്ട് ഫസ്റ്റ് ടീസ് കൊടുത്തോ. സെക്കൻഡ് അമ്ര. എനിക്കിപ്പോ വേണ്ട, ഞാൻ കൊഞ്ചം ചോറായിരുന്നു. ഇനിയിപ്പോ നമുക്ക് എന്താ ഇതിന്റെ അടുത്ത എന്താ ചെയ്യണ്ടേ? ഉണ്ടാക്കേണ്ട രൂപം നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇതെന്തിനാ ഇങ്ങനെ ചൂടാക്കി വെച്ചതാ? ആക്കിയില്ല ഗൈസ്. അതിലേക്ക് നമുക്ക് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ്? പട്ട അത് ഒരുമിച്ചിട്ടിട്ട് പിന്നെ എന്താ വേണ്ട? അടുത്ത ഇതെന്താ സംഭവം? ഇത് ഇഞ്ചി വെള്ളുള്ളിന്റെ പേസ്റ്റ് ആയിട്ട് അങ്ങനെ ഉള്ളി ഇടാം. 2 മീഡിയം ഉള്ളി ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇടാം. 2 മീഡിയം ഉള്ളി ഗൈസ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കാം. ഇളക്കിയിട്ടില്ലെങ്കിൽ പിന്നെ ബ്രൗണി കരിഞ്ഞു ഗൈസ്. നല്ല ബ്രൗണിഷ് കളറായിട്ട് വരുന്നുണ്ട്. കാണാൻ നല്ല. ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത്? ഉള്ളി വാടിക്കഴിഞ്ഞ ശേഷം നമുക്ക് പച്ചമുളക്, ഇഞ്ചി, വെള്ളുള്ളി പേസ്റ്റ് ഇതെല്ലാം ഈ കറിവേപ്പില. തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട് 2 മീഡിയം സൈസ്. നമുക്ക് മല്ലിച്ചപ്പില്ല. അപ്പൊ നിങ്ങൾ എന്താ താഴെയുള്ള ഷോപ്പിൽ പോയിട്ട് മല്ലിച്ചപ്പ് വാങ്ങിക്കുമ്പോ മല്ലിച്ചപ്പ് വേറെന്താ വേണ്ടേ? ഒരു ചെറുനാരങ്ങ. അപ്പൊ ഗൈസ് നമുക്ക് ഒരു ചെറുനാരങ്ങയും മല്ലിച്ചപ്പും പോയിട്ട് വാങ്ങാം. അപ്പൊ ഗൈസ് അമ്രയും ഇസ്നയും കൂടിയിട്ട് ഒരു നാരങ്ങയും പിന്നെ മല്ലിച്ചപ്പ് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഗൈസ് ഷോപ്പിന്റെ പേര് KV സ്റ്റോർ. അപ്പൊ വാ. അപ്പൊ ഗൈസ് ഇതാ അമ്രയും ഇസ്നയും. ഇനി നമുക്ക് ബാക്കി കാര്യം ആടെത്തിട്ട് പോവാം. അപ്പൊ ഉമ്മ കറി പിരികും ഇതും കിട്ടിയില്ലേ? മല്ലിച്ചപ്പ് ഇതും
സോറി ഗൈസ്, മല്ലിച്ചപ്പ് കറിവേപ്പില, എനിക്ക് കറിവേപ്പില മല്ലിച്ചപ്പും പേര് കിട്ടൂല ഗൈസ്. അപ്പോൾ ഇതാ മല്ലിച്ചപ്പും ഇതും കിട്ടി. അപ്പൊ ഇനി അടുത്ത് എന്താക്കണ്ടേ? ഇതിനുള്ളിൽ എന്നുള്ള അപ്പൊ ഗൈസ് ഉമ്മ ഇത് തക്കാളിയും പിന്നെ വേറെന്താട്ടെ ഇഞ്ചി വെളുത്തുള്ളി മുളകൂട്ടില്ലേ എല്ലാം ഒന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഉള്ളി പിന്നെ ഉള്ളി നേരത്തെ ഇട്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളെല്ലാം ചേർത്തിട്ട് പൊടികൾ എന്തെല്ലാം വേണ്ടേ? ഇതിൽ ഓൾറെഡി നമ്മൾ മുളക് പൊടിയും മഞ്ഞളും ഇട്ടിട്ടാണല്ലോ ഇത് പൊരിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ചായിട്ട് മുളക് പൊടിയും മഞ്ഞളും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അപ്പൊ ഉമ്മ ചോറൊപ്പം ഇടാന് ചോറ് ഇത് അരി നമ്മൾ പിന്നെ സാധാരണ അരി നെയ്ച്ചോറല്ലാക്കുന്നില്ല അതേപോലെ തന്നെ പിന്നെ വെള്ളം പതിച്ച് കഴിഞ്ഞാൽ അരി ഇടാം. എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ ഈ കൊഞ്ചം മേലയിൽ ഇട്ട് കഴിഞ്ഞാൽ ദമ്മിട്ടാൽ മതി. ഓക്കെ. അപ്പൊ ഇത് നാരങ്ങളുണ്ട് ഗൈസ്, നാരങ്ങളെല്ലാം നല്ല തണുത്തതാണ്. ചെറുനാരങ്ങ അല്ലേ? യെസ്, ചെറുനാരങ്ങ. പക്ഷെ ഗൈസ് ചെറുനാരങ്ങാണ് വിളിക്കാൻ, പക്ഷെ ഇത് നല്ല വലിപ്പമുണ്ട്. ഇതിൽ അധികം ആളില്ല, കുറച്ച് ചിക്കൻ മസാല പൊടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് ചിക്കൻ മസാല പൊടി ഓക്കെ. അപ്പൊ ഗൈസ് ഇതാ നമ്മള് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ചിക്കൻ മസാല പൊടി അല്ലേ അമ്മ? കുറച്ചാണ് ഇട്ടിട്ടുള്ളത്. കുറച്ചിട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലേ? അമ്മനൊക്കെ എരിവ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ മുളക് പൊടി കുറച്ചിട്ടുണ്ട്. അന്ന് ഉണ്ടാക്കിയത് കുറച്ച് മുളക് പൊടി കൂടിപ്പോയി, അതുകൊണ്ട്. അപ്പൊ ഗൈസ് ഇതാ ഈസിയോ അമ്മയും അതോ കൊളത്തി. അപ്പൊ ഗൈസ് അമ്മയും വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. അതിന്റെ തൊഴിക്കാനല്ലേ? ഒഴിച്ചതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമല്ല ഗൈസ്? ആ, നമ്മളെ ചോറ് അരി ഇടുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അല്ല മല്ലിച്ചപ്പ്. മല്ലിച്ചപ്പ് ഇട്ടാൽ എന്താ പ്രത്യേകത? ഒരു മല്ലി എന്താ പറയാ പ്രത്യേകത അതിന്റെ ഒരു ചോയ ഉണ്ടാവില്ല, പക്ഷെ ചോയ ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിന്റെ. യെസ്, മണമെല്ലാം കൂടിയിട്ട് നല്ല രസം ഉണ്ടാവും. ഇനി അടുത്തത് നമ്മളെ ചെറുനാരങ്ങ ഗൈസ്. ചെറുനാരങ്ങന്റെ കുരു കടിച്ചു വെക്കാനല്ല, ഭയങ്കര പുളിപ്പായിരിക്കും. ചെറുനാരങ്ങ ഒരു കയ്പ് ഉണ്ടാവില്ല. എങ്ങനെ എപ്പെങ്കിലും കിട്ടിയില്ല എന്റെ കുരു ജ്യൂസ് കുടിക്കുന്നേരം. അല്ലാണ്ട് ഇങ്ങനെയുള്ളത് നമ്മള് പെടും. അവ നോക്കിട്ട് ചെറുനാരങ്ങ വേറിനകത്ത് കുടിക്കുന്നതിനെക്കാട്ടിയും ഇത് കടിച്ചു കഴിഞ്ഞാൽ ഇതുണ്ടാവും അല്ലേ? ഇനി ജസ്റ്റ് ഒന്ന് പതക്കട്ടെ. അപ്പൊ ഉമ്മ എന്തായി ചോറിലിട്ടാ? ചോറ് റെഡിയായ നോക്കാം. നമുക്കൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. യെസ്, ഇത് ബിരിയാണി പോലെ തന്നെ ഉണ്ടല്ലോ, നല്ല സ്മെല്ലുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ? കൊഞ്ചനാ ഒന്നും കൂടി ഇളക്കണ്ടേ? ഇതെല്ലാം മിക്സ് ചെയ്ത് നല്ല ആവിയെല്ലാം ഉണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് നമുക്ക് ഇങ്ങനെ കൊടുത്തതിന് ശേഷം കുറച്ചും കൂടി ഒന്ന് ഇതിലേക്ക് കൊഞ്ചൻ്റെ നീരും ഇതെല്ലാം ഇതിലേക്ക് പിടിക്കട്ടെ. ഇപ്പോൾ ലോ ഫ്ലെയിമിനാണ് ഉള്ളത് ഗൈസ്, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ ആക്കുന്നത്. ഇതിൽ നമുക്ക് ആയിക്ക് കഴിഞ്ഞിട്ട് നോക്കാം. യെസ്. അപ്പൊ ഹലോ ഗെയ്സ്, ഇപ്പൊ ഇതാ ഇവര് ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് എന്തോ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടി ഡിന്നർ അല്ലേ? എന്താ സർപ്രൈസാ? ഇതെന്താ സംഭവം? കൊഞ്ചൻ ചോറ് ഗൈസ്, കൊഞ്ചൻ ഇറച്ചിച്ചോറ് എന്ന് പറയുന്ന കൊഞ്ചൻ ചോറ്. അപ്പൊ കൊഞ്ചൻ ചോറാണ് ഇന്നത്തെ സ്പെഷ്യല്. ഓക്കെ, അപ്പൊ നമുക്ക് കൊഞ്ചൻ ചോറ് എങ്ങനെയുണ്ട് നോക്കാം. എല്ലാവർക്കും ഇട്ടുതരാൻ ഒരു മിനിറ്റ്. അപ്പൊ ഗൈസ് നമ്മളിതാ കൊഞ്ചൻ ചോറ് ഇട്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് ഫസ്റ്റ് ചെയ്യാൻ തന്നെ ട്രൈ ചെയ്തോ. ഫസ്റ്റ് ആ കൊഞ്ചൻ എടുത്തിട്ട്
അടിപൊളിയാ ബിരിയാണിയെ പോലെ തന്നെ ഗൈസ്. ബിരിയാണിനെ പോലെ തന്നെ ഉണ്ട്. ഇനി അമ്ര ആ ചുട്ടിട്ടാ വേഗത്തിന് തന്നു തന്നെ വിട്ട് വാ പറയുന്നുണ്ട്. ആ ചൊങ്ക എമ്മയാതല്ലോ. അച്ചാറും ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ ഗൈസ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ട് നല്ലോണം വേഗം ചെയ്തിട്ടുണ്ട്. അപ്പോ എനിക്ക് വെന്ത ചോറ് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ള. അടിപൊളിയാണ് നല്ല സ്മെല്ലും. ഒരു കൊഞ്ചം കിട്ടിയിട്ടുണ്ട്. നമുക്ക് കൊഞ്ചം എടുത്തിട്ടൊന്നുകൂടി ഉമ്മ തിന്നാണ് ഗൈസ്. സൂപ്പർ. നമ്മളെ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാതെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു റെസിപ്പി വെച്ചിട്ട് എല്ലാരും ഒന്ന് ഈ കൊഞ്ചൻ ചോറൊന്ന് ഉണ്ടാക്കി നോക്കാം. എനിക്ക് എങ്ങനെയുണ്ട് എന്റെ പ്രത്യേക ചോറാണ് ഗൈസ്, കൊഞ്ചൻ ഇറച്ചി ചോറ്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഇതിന്റെ റെസിപ്പി വെച്ചിട്ട് നിങ്ങൾ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായം നിങ്ങളുടെ കമന്റ് രൂപത്തിൽ നമുക്ക് അയച്ചു. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇടയ്ക്ക് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഇന്ന് നമ്മൾ അതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. അതല്ല ഗൈസ്, പിന്നെ ഉമ്മാന്റെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് കൂടി ഉണ്ട് ഗൈസ് ഇതിനകത്ത്. ഓക്കെ. അപ്പൊ വീണ്ടും മറ്റൊരു വീഡിയോ നിങ്ങളിലേക്ക്